अल्हम्दुलिल्लाहि रब्बिल आलमीन नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि तआला मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم صدق الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ഖുതുബയിൽ സക്കാത്തിനെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. സക്കാത്ത് ഇസ്ലാമിൻ്റെ സുപ്രധാനമായ ഒരു ഇബാദത്താണെന്നും പഞ്ചസ്തംഭങ്ങളിൽ തൃതീയ സ്തംഭമാണെന്നൊക്കെ നാം മനസ്സിലാക്കി. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. സക്കാത്ത് കൊടുത്തവർക്ക് വലിയ പ്രതിഫലവും സക്കാത്ത് കൊടുക്കാത്തവർക്ക് വലിയ ശിക്ഷയുമാണ് ഇഹത്തിലും പരത്തിലും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സക്കാത്തിൻ്റെ ആ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിന് ഖുർആനും ഹദീസും കൊടുത്ത ഗൗരവത്തെക്കുറിച്ചൊക്കെ നാം ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ആരാധനകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പഞ്ചസ്തംഭങ്ങളുടെ കൂട്ടത്തിൽ നമ്മളേറെ അവഗണിച്ചത് സക്കാത്തിനെയാണ്. അത് പല താല്പര്യങ്ങളുടെ പേരിലും നമ്മൾ സക്കാത്തിനെ അല്ലെങ്കിൽ സദക്കയെ വളരെ പിന്നാക്കം അല്ലെങ്കിൽ പിന്നിലേക്ക് മാറ്റി നിർത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബത്തിൽ അവർ നേരെ മറിച്ചായിരുന്നു. ഒരു സക്കാത്തിൽ വളരെ അല്ലെങ്കിൽ സദക്കയിൽ വളരെ മുന്നേറിയിരുന്നു. സഹാബത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചാലും മനസ്സിലാക്കാൻ കഴിയുക, ഒരുപക്ഷെ നമസ്കാരത്തിൽ അവർ കാണിച്ചിരുന്ന ഔത്സുക്യത്തേക്കാൾ കൂടുതൽ സക്കാത്തിലും സദക്കയിലും അവർ കൊടുത്തിരുന്നു. നമസ്കാരത്തിൽ കുറവുണ്ടെന്ന് സൂചിപ്പിച്ചതല്ല, സക്കാത്ത് കൊടുക്കുന്നതിലും സദക്ക കൊടുക്കുന്നതിലും മറ്റൊക്കെ വളരെ മത്സര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഇൻഫാക്ക് ചെലവഴിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിൽ അവർ വല്ലാതെ മുന്നേറിയിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം മനസ്സിലായിരുന്നു. സദക്ക കൊടുത്താൽ സക്കാത്ത് കൊടുത്താൽ എന്ത് ഗുണമാണുള്ളത് എന്ന് ശരിക്കും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു. സ്വന്തം ജീവിതത്തിൽ വലിയ പിശുക്ക് കാണിച്ച് എന്നാൽ സ്വന്തം ആവശ്യങ്ങൾ വളരെ വളരെ സൂക്ഷിച്ച് ചെലവഴിച്ചിട്ട് സക്കാത്ത് സദക്കയും അധികം കൊടുക്കാൻ ശ്രമിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവർ. മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം പറയാറുണ്ട്. അദ്ദേഹത്തിന് അടുക്കലേക്ക് റസൂൽ ഒരാളെ പറഞ്ഞയച്ചു.
ഒരു ദരിദ്രനായ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഞങ്ങൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനെ കണ്ടാൽ അദ്ദേഹം എന്തെങ്കിലും സഹായം തരും, നിങ്ങൾ പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ റസൂൽ ഒരാളെ പറഞ്ഞയച്ചു. ഇയാൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് വലിയ വർത്തമാനം, ബഹളം. അത് നിസ്സാരമായ എന്തോ വിഷയങ്ങൾ ചെലവഴിച്ചതിലും സാമ്പത്തികമായ സൂക്ഷ്മത പാലിക്കാത്തതിലുമുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ ഈ ആഗതൻ മനസ്സിലാക്കി, ഇത്ര പിശുക്കുള്ള അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത്ര കണിശത കാണിക്കുന്ന ഒരാളോട് ഇനി എന്ത് സദക്ക ചോദിക്കാനാ, മൂപ്പരാവെന്ന് ചോദിക്കാതെ തിരിച്ചു പോന്നു. ഈ വിവരം പിന്നീട് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനെ അറിയാമായിരുന്നു ഇങ്ങനെ ആൾ വരുമെന്ന്. അദ്ദേഹം പിന്നീട് അന്വേഷിച്ച് വന്നപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ വരാഞ്ഞത്? അപ്പോൾ ഞാനിങ്ങനെ സംസാരം കേട്ടത്, അത് ഞാൻ എൻ്റെ വീട്ടിലെ ചിട്ടകൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് സ്വർണത്തിൻ്റെ ഒരു കിഴി തന്നെ അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു കൊടുത്തു എന്നതാണ്. 30,000 അടിമകളെ മോചിപ്പിച്ച മഹാനായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ്. 30,000 അടിമകളെ എത്ര സമ്പത്താ വാരിക്കോരി കൊടുത്തെന്നറിയും. സഹാബാക്കൾക്കിടയിലുള്ള ചർച്ച തങ്ങളുടെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു 3-1 പറ്റുള്ളൂ. മൻദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആകെയുള്ള വലിയ തോട്ട അപ്പം തന്നെ കടം കൊടുത്തിട്ട് അള്ളാഹ്ക്കാണ് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയ സഹാബാക്കൾ. കാരണം അവർക്കറിയാം ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന, നമ്മുടെ ശരീരവും സമ്പത്തും അള്ളാഹ് വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ മരിച്ചിട്ട് പോകുമ്പോൾ ഇട്ടേച്ച് പോണേ മുതൽ ജീവിച്ചിരിക്കുമ്പോൾ ആളുകൾക്ക് കൊടുത്ത് സ്വർഗം പേടിച്ച് പോകലാണല്ലോ ബുദ്ധി. മറ്റത് നമ്മൾ മരിക്കാൻ നേരത്തെ എല്ലാ മുതലും വേറെ ആളെ പേരിലായി. അതൊക്കെ കെട്ടിപ്പൂട്ടി നമ്മൾ പിശുക്കും കാണിച്ച് സക്കാത്തും കൊടുക്കാതെ ഇങ്ങനെ വെച്ചുകൂട്ടിക്കോ മുതൽ ഒരൊറ്റ ദിവസം മരിക്കണം ഇട്ടും താഴെ പോയി. അതേസമയം ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യും? അനന്തരാവകാശികൾക്ക് വേണ്ടതൊക്കെ ഒരുക്കിയിട്ട് ബാക്കിയൊക്കെ സദക്ക കൊടുത്തും സക്കാത്തൊക്കെ കൃത്യമായി കൊടുത്ത് അവർ പരലോകത്തേക്ക് ഈ സ്വത്ത് മുഖേന വിജയം നേടുക എന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഘടന മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ സമൂഹത്തിൽ സക്കാത്ത് വളരെ പിന്നിലാണ്. ഇപ്പോൾ പല കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ആ കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഇതാണ്. അതായത് സക്കാത്ത് ശരിക്ക് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഇനി സക്കാത്ത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കേണ്ടതെന്നാണ് ഇനി ഈ ഖുതുബയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സക്കാത്ത് കൊടുക്കേണ്ട ആളുകളെ വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ, സക്കാത്ത് അത് ഫുഖറാകൾക്കാണ്, അഥവാ ദരിദ്രർക്കാണ്. വൽ മസാക്കീൻ, അഗതികൾ. ദരിദ്രർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആളുകൾ, അഗതികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്ത ആളുകൾ. വൽ ആമിലീന അലൈഹ, മൂന്നാമത്തെ വിഭാഗം അതിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ. നല്ല മനസ്സിലാക്കണത്. വൽ മുഅല്ലഫത്ത് ഖുലൂബുഹും, മനസ്സ് ഹൃദയം ഇണങ്ങിയ ആളുകൾ. വഫിർ റിഖാബി, അടിമത്ത മോചനം. വൽ ആരിമീന, കടബാധ്യം തീർക്കാൻ. വഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വബിന് സബീൽ, വഴിയാത്രക്കാർക്ക്. ഇങ്ങനെ 8 വിഭാഗം ആളുകൾക്ക്. ഫരീളത്തും മിനല്ലാഹ്, അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള നിയമമാണിത്. 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ഖുർആൻ ഗണ്യതമായി പറഞ്ഞു. ഒന്ന് ഫുഖറാ അഥവാ ദരിദ്രർ, മസാക്കീൻ അഥവാ അഗതികൾ. മൂന്നാമത് സക്കാത്തിൻ്റെ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കുള്ള ചെലവ്. ആമിലീന അലിഹ, തൊഴിലാളികൾ, ആ കാര്യത്തിലെ തൊഴിലാളികൾ. വൽ ആരിമീന വഫിർ റിഖാബി, അടിമത്ത മോചനം. വൽ ആരിമീൻ, കടബാധിതർക്ക്. വഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ. വബിന് സബീ വൽ മുഅല്ലഫത്ത് ഖുലൂബ്, മനസ്സ് ഇണക്കപ്പെട്ട ആളുകൾ. വഫിർ റിഖാബി, അടിമത്ത മോചനം. വൽ ആരിമീന, കടബാധിതർ. വഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വബിന് സബീൽ, വഴിയാത്രക്കാർ. 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സക്കാത്ത് ഈ ആളുകൾക്ക് എത്തിക്കേണ്ടത്
ഇസ്ലാം പഠിപ്പിച്ച രീതി സക്കാത്ത് സംഘടിതമായി ശേഖരിക്കുക, എന്നിട്ട് കൃത്യമായും ആസൂത്രിതമായും വിതരണം ചെയ്യുക എന്നതാണ്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത് സക്കാത്ത് വരാന്നല്ല, തുഖദു മിൻ അഗ്നിയാഹിം വതുറദ്ദു ഇലാ ഫുഖറാഹിം. വളരെ കൃത്യമായിട്ട് എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഈ വിഷയം ശരിക്ക് മനസ്സിൽ തട്ടി പഠിക്കണം. തുഖദു മിൻ അഗ്നിയാഹിം വതുറദ്ദു ഇലാ ഫുഖറാഹിം. സമ്പന്നരിൽ നിന്ന് പിടിച്ചെടുത്ത് ദരിദ്രരിലേക്ക് കൊടുക്കപ്പെടുന്നതാണ് സക്കാത്ത്. അപ്പോൾ സക്കാത്ത് അവരിൽ നിന്നിട്ട് വാങ്ങണം, എന്നിട്ട് ഇവരിലേക്ക് കൊടുക്കണം. അപ്പോൾ സക്കാത്ത് ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആരെങ്കിലും ഒറ്റയ്ക്ക് ഒരാൾ സക്കാത്ത് കൊടുത്താൽ ഇസ്ലാമിക രാഷ്ട്രമോ ഭരണകൂടമോ ഉണ്ടെങ്കിൽ അത് വലിയ കുറ്റമാണ്. അതേസമയം ഒറ്റയ്ക്ക് കൊടുത്താൽ ശരിയാവും. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ചൈതന്യപൂർണ്ണമാകുന്നത് സക്കാത്ത് സംഘടിതമായി ശേഖരിക്കുക, എന്നിട്ട് ആസൂത്രിതമായി ഈ പറയുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നതാണ്. എന്താണ് അതിൻ്റെ കാര്യം? ഇപ്പോൾ ഇസ്ലാമിലെ എല്ലാ കാര്യവും നിങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ആരാധനകളൊക്കെ അള്ളാഹുവുമായി മാത്രം ബന്ധപ്പെട്ട ആരാധനകൾ പോലും ഇസ്ലാം സംഘടിതമായി ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ജുമാ ഇപ്പോൾ എല്ലാവരും ഒത്തുകൂടുതാൻ നോക്കപ്പോട്ടെ, അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്തിനാ ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് പള്ളിയിലേക്ക് വരേണ്ട കാര്യം? വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ, അള്ളാഹുമായി ബന്ധമുണ്ടാവട്ടെ. പക്ഷേ ഇസ്ലാമിലെ നമസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കലല്ല, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ചെറിയ വ്യത്യാസമൊന്നുമല്ല. സലാത്തുൽ ജമാഅത്ത് ഖൈറു മിൻ സലാത്തുൽ ഫർദി ബി27 ദറജ, 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്ത് നിസ്കാരത്തിൽ. അതെങ്ങനെയെങ്കിലും ഒരു നിസ്കരിച്ചാൽ പോലെ വരി ശരിയാക്കണം, സെപ്പ് ശരിയാക്കണം, ഒരാളോട് തോളോട് ചേർന്ന് നിൽക്കണം, ഇതൊക്കെ അതിൻ്റെ വ്യവസ്ഥയാണ്. കാരണം ഒരേ നമസ്കാരം തന്നെയാണ്. അസർ നിസ്കരിക്കാൻ ഇപ്പോൾ നമ്മൾ ജുമാ കഴിഞ്ഞ് അസർ നിസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിച്ചാലും കൂടുതലൊന്നും ചെയ്യുന്നില്ല ജമാഅത്ത് നിസ്കാരത്തിൽ. ശരിക്ക് മഗ്‌രിബ് ഇശാ സുബഹിയൊക്കെ ആണെങ്കിൽ ഇമാമ് ഓതുന്നത് കേട്ടു കൊടുത്താൽ മതി പല മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ ഓതേണ്ടതില്ല. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന് പക്ഷേ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം നിശ്ചയിച്ചു. കാരണം ജമാഅത്തായി തന്നെ നിർവഹിക്കണം. പ്രതിഫലം കിട്ടാൻ വേണ്ടി ജമാഅത്തിന് വന്നോളി എന്നല്ല, ജമാഅത്തിന് വരണം എന്നാണ് നിയമം. ഒരിക്കൽ ജമാഅത്ത് നമസ്കാരത്തിന് ആളുകളെ കുറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു, അവരോട് അവരെ വീടോടുകൂടി കത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. യുദ്ധത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ പോലും ജമാഅത്തായി നിസ്കരിക്കാൻ പറഞ്ഞു. കാരണം ശരിക്കും അള്ളാഹുവും അടിമയും തമ്മിലുള്ള സ്വകാര്യ ഇടപാടാണ് നിസ്കാരം. എന്നിട്ട് ആ നിസ്കാരം പോലും ഇസ്ലാം സംഘടിതമായി ചെയ്യാൻ പറഞ്ഞു. അതേപോലെ നോമ്പ് നിങ്ങൾ നോക്കിയേ, ലോക മുസ്ലിമീങ്ങളെല്ലാവരും ഒന്നിച്ച് റമദാനിൽ നോമ്പ് നോക്കണം. എന്തേ? ഒരു കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും 30 നോമ്പ് ഒരാൾ നോറ്റാൽ പോരാ. ലോക മുസ്ലിമീങ്ങളെല്ലാവരും റമദാൻ എന്ന മാസത്തിൽ ഒന്നിച്ച് നോമ്പ് നോക്കണം. ഹജ്ജിനെ കുറിച്ച് നമ്മൾ പറയാറില്ല. ഹജ്ജ് ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായൊരു കണക്കല്ലേ. സാധാരണ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, മറ്റ് മതസ്ഥരൊക്കെ വിവിധ ക്ഷേത്രങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കൊക്കെ പോകുന്നത് അവരുദ്ദേശിച്ച പ്രതിഷ്ഠ ആ ക്ഷേത്രത്തിലേ ഉള്ളൂ, ആ പ്രതിഷ്ഠ അവിടെ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പള്ളിക്കലുള്ള അല്ലാഹു തആല തന്നെയാണ് മക്കത്തുള്ളൂ. അവിടെ പുതിയ പ്രതിഷ്ഠയോ കാര്യമോ ഒന്നുമില്ല. പക്ഷേ മുസ്ലിമീങ്ങളെല്ലാവരും ഹജ്ജിന് പോകുന്നു. ഹജ്ജാണെങ്കിലോ ശബരിമല തീർത്ഥാടനം പോലെ ഒന്നുമല്ല, എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നു പോയാൽ പോരാ. ഒന്നിച്ച് 30 ലക്ഷം 40 ലക്ഷം ആണെങ്കിൽ ഒന്നിച്ച് മിനയിൽ, ഒന്നിച്ച് മുസ്ദലിഫയിൽ, ഒന്നിച്ച് ഹറമിൽ, അങ്ങനെയാണ് അവർ. ഈ 40 ലക്ഷം ആൾക്ക് 3 ദിവസം താമസിക്കാൻ വേണ്ടി മിന ഒരുക്കണേ. അതിനുവേണ്ടി എത്രായിരം കോടി രൂപ ചെലവാ. ജംറയിൽ കല്ലെറിയാൻ പോലും അന്ന് 50,000 കോടി രൂപ, 50,000 കോടി ദിർഹം ചെലവാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ആളുകൾ അന്ന് 3 ദിവസമാണ് കല്ലെറിയുന്നത്. ഒരൊറ്റ ദിവസം ഹാജിമാരെല്ലാവരും ഒറ്റ ദിവസം അറഫയിൽ ഒത്തുകൂടണം. അതേസമയം എപ്പോഴെങ്കിലുമൊക്കെ അറഫയിൽ നിന്നോളി മിനയിൽ നിന്നോളി എന്നാണെങ്കിൽ ഇപ്പോഴുള്ള ചിലവിൻ്റെ ഈ 7 ലക്ഷം ഹജ്ജിന് ചിലവാക്കുന്നതിന് പകരം ഉംറ പോണ പോലെ 1 ലക്ഷം ചിലവ് വരുള്ളൂ. പക്ഷേ എന്താണ് അല്ലാഹു തആല ഉദ്ദേശിച്ചത്? ലോക മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധികൾ ഒന്നിച്ച് അറഫയിൽ, ഒന്നിച്ച് മുസ്ദലിഫയിൽ, ഒന്നിച്ച് മിനയിൽ, ഒന്നിച്ച് ഹജ്ജിൽ. കാരണം ഈ സംഘടിത സ്വഭാവത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല സക്കാത്ത്. സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത് തന്നെ സംഘടിതമായിട്ടാണ്. റസൂലുള്ളാഹിയുടെ കാലത്ത് സക്കാത്ത് എല്ലാവരിൽ നിന്നും ശേഖരിക്കും, എന്നിട്ട് ബൈത്തുൽ മാലിൽ അടക്കും. ബൈത്തുൽ മാലിൽ നിന്ന് ആളുകൾക്ക് അത് വിതരണം ചെയ്യും.
അങ്ങനെ കൃത്യമായിട്ടാണ് സക്കാത്ത് കാണിച്ചു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്തായി. റസൂലുള്ളാഹി വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണസാരഥ്യം ഏറ്റെടുത്തു. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് കൊടുത്തോളാം. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സക്കാത്ത് നിഷേധികൾ എന്നൊക്കെ നമ്മൾ പെട്ടെന്നാണ് പറഞ്ഞു പോകുമ്പോൾ ആരോ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, എല്ലാ മുസ്ലിമീങ്ങളും സക്കാത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. മുസ്ലിങ്ങൾ കൊടുക്കാതിരിക്കുന്നത് വലിയ കുറ്റമായിട്ട് അവർക്കൊക്കെ അറിയാം. സംഭവിച്ചത് എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഞങ്ങൾ സക്കാത്ത് കൊടുത്തോളാം എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു. സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, പറ്റൂല, നിങ്ങൾ റസൂലുള്ളാഹിയുടെ കാലത്ത് സക്കാത്ത് ബൈത്തുൽ മാലിലാണ് അടച്ചിരുന്നത്, ഇവിടെ അടക്കണം. ഇത് പലവണ പറഞ്ഞിട്ട് അവർ കേൾക്കാതായപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ക്ഷോഭത്തോടു കൂടി. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷോഭമുണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. വളരെ സാത്വികനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി നിന്നിട്ട് പുറക്കെ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഉഖാതിലന്നമൻ ഫറഖ ബൈന സ്വലാത്തി വസക്ക, ആരെങ്കിലും നിസ്കാരത്തിനും സക്കാത്തിനും ഇടയ്ക്ക് വിടവ് കൽപ്പിച്ചാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ലൗ മനഊനി ഇഖാലൻ ലഖാതൽതുഹും അലൈഹാ യുഅദ്ദൂന ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഒരാൾ ബൈത്തുൽ മാലിലേക്ക് ഒരു ഒട്ടകത്തിൻ്റെ കയറാണ് സക്കാത്തായിട്ട് കൊടുത്തിരുന്നതെങ്കിൽ അതിപ്പോൾ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ലഖാതൽതുഹും അലൈഹാ, ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഖലീഫ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഖലീഫ, ആളുകൾ സക്കാത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറ്റൂല, അവർ ബൈത്തുൽ മാലിൽ അടക്കണം, അവരിവിടെ ശേഖരിക്കപ്പെടുന്ന ബൈത്തുൽ മാലിലേക്ക് വരണം, അല്ലേ അവരെ ഇസ്ലാമിക സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് മറുപടി കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കറിഞ്ഞൂടെ ഈ 8 വിഭാഗത്തിൽ യത്തീമക്കളെ പറഞ്ഞിട്ടില്ല. അതേപോലെ കല്യാണത്തിന് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലെ കല്യാണത്തിന് ചിലവില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല. യത്തീമക്കൾക്ക് നമ്മളെ മുതലിൽ നിന്ന് ബാക്കി 97 ഉണ്ടല്ലോ നമ്മളതിൽ 2.5 സക്കാത്ത് കൊടുത്താൽ ബാക്കി നമ്മളെ മുതലുണ്ട്. ആ മുതലിൽ നിന്നാണ് യത്തീമക്കളെ വളർത്തേണ്ടത്. പക്ഷേ ഈ യത്തീമക്കളെ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ മറ്റ് പലതും പറയാത്ത ഈ 8 വിഭാഗത്തിൽ ഒരു വിഭാഗം മൂന്നാമത് എണ്ണിയത് വലാമിലീന അലൈഹ വലാമിലീന എന്ന തൊഴിലാളികൾ എന്നാണ്. പക്ഷെ വലാമിലീന അലൈഹ ഇതിൻ്റെ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾ എന്താ പറഞ്ഞതിനർത്ഥം? അപ്പോൾ സക്കാത്ത് ശേഖരിക്കണം, അത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ തൊഴിലാളികളെ നിശ്ചയിക്കേണ്ടി വരും. എല്ലാവരുടെ കയ്യിൽ നിന്നും സക്കാത്ത് വാങ്ങുക, എന്നിട്ട് അതൊക്കെ കൂടി അടക്കുക, എന്നിട്ട് അതിന് കണക്ക് രേഖപ്പെടുത്തുക, എന്നിട്ട് അത് വിതരണം ചെയ്യുക. ഈ വരുന്ന തൊഴിലാളിക്കുള്ള കാശ് എവിടെ നിന്ന് എടുക്കും? അത് ഈ സക്കാത്തിൽ നിന്ന് എടുക്കാമെന്നാ. അത് ഈ സക്കാത്തിൽ നിന്ന് ആ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാം. അതാണ് വല്ലാമിലീന അലൈഹ. അതിൻ്റെ അർത്ഥം എന്താ? സക്കാത്ത് സംഘടിതമാണെന്നുള്ളത് തന്നെയല്ലേ. ഇനി സക്കാത്ത് ഇങ്ങനെ ഒരാളുടെ സക്കാത്ത് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മസല. ഗവൺമെൻറ് ആണെങ്കിൽ, ഇസ്ലാമിക ഗവൺമെൻറ് ആണെങ്കിൽ ഏൽപ്പിക്കാമെന്നാണ് എല്ലാവരും അംഗീകരിക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ കാലത്ത് ഏൽപ്പിച്ചത്, അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് ഏൽപ്പിച്ചത്. ഇപ്പോൾ ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ലാത്തത് കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റൂല എന്നാണ് ന്യായം. ശരിക്കും ഇസ്ലാമിന് സക്കാത്ത് മാത്രമല്ല, എല്ലാം ഇസ്ലാമിക ഗവൺമെൻറ് കീഴിലെന്നാണ്. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന് ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ലെങ്കിലും നമ്മൾ പള്ളി ഉണ്ടാക്കിയില്ലേ, നമ്മൾ ബാങ്ക് കൊടുത്തില്ലേ, നമ്മൾ ഇമാമിനെ നിശ്ചയിച്ചില്ലേ. ഗവൺമെൻറ് വന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ജമാഅത്ത് നമസ്കാരം ഇല്ലാതാക്കിയോ? ഇല്ല, നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു. ഇതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് ഉണ്ടായില്ലെങ്കിലും സക്കാത്ത് സംഘടിതമായി ചെയ്യാവുന്ന, ഗവൺമെൻറ്റിൻ്റെ അത്ര ചെയ്യാൻ കഴിയില്ല, ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ അത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ ചൈതന്യത്തിൽ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ സംഘടനകളോ കമ്മിറ്റികളോ ഉണ്ടാക്കാം. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ജംഇയ്യ എന്ന് പറഞ്ഞാൽ കമ്മിറ്റികൾ. ഈ കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ ജംഇയ്യകൾക്ക് കൊടുക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അബ്ദുള്ള മൗലവി മട്ടന്നൂർ എന്ന് പറഞ്ഞ പ്രസിദ്ധമായൊരു സമസ്തയുടെ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം 1955 45 മറ്റോ അൽബയാൻ എന്ന് പറയുന്ന സമസ്തയുടെ വളരെ പ്രാമാണികമായൊരു പ്രസിദ്ധീകരണത്തിൽ
അദ്ദേഹം കൃത്യമായി അറബിയിൽ എഴുതിയിട്ടുണ്ട്, ജംഇയ്യകൾക്ക് ഇത് കൊടുക്കാം, സംഘടനകൾക്ക് ഇത് കൊടുക്കാം. അങ്ങനെ കൊടുത്തിരുന്നു, അങ്ങനെ അംഗീകരിച്ചിരുന്നു. ഇപ്പം മറ്റെന്തോ താല്പര്യം. മാത്രമല്ല, ലോകത്തുടനീളം ഈ ജമിയകൾ സക്കാത്ത് ശേഖരിക്കുന്നുണ്ട്. അമേരിക്കയിലുണ്ട്, കുവൈറ്റിലുണ്ട്, ബഹ്റൈനിലുണ്ട്, ഖത്തറിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. ഇവിടൊക്കെ മുസ്ലിം ഗവൺമെൻറ്റുകൾ ഉള്ളിടത്ത് പോലും ജമിയകൾ അഥവാ സംഘടനകൾ, കമ്മിറ്റികൾ സക്കാത്ത് ശേഖരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. ആ കമ്മിറ്റികളുടെ പക്കൽ നിന്ന് സക്കാത്തിൻ്റെ വിഹിതം നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ എല്ലാ സംഘടനക്കാരും കൊണ്ടുവരുന്നുണ്ട്. അതാണ് അതിൻ്റെ രസം. ഈ ജമിയകൾ ഇസ്ലാമിക ഗവൺമെൻറ് അല്ലാത്ത സംഘടനകൾ സംഘടിതമായി ശേഖരിച്ച സക്കാത്ത് നമ്മളിവിടുത്തെ ഉസ്താദുമാരും പണ്ഡിതന്മാരും എല്ലാ മതസംഘടനക്കാരും പോയിട്ട് അവിടുത്തെ ആ സക്കാത്തിൻ്റെ വിഹിതം നാട്ടിലെ പല വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജമിയകൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിന് വക്കാലത്ത് ഒരു വ്യക്തിക്കേ പറ്റുള്ളൂ, ഒരു സംഘത്തിന് പറ്റൂല എന്നുള്ളതിന് എന്ത് യുക്തിയുള്ളത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സക്കാത്തിന് വേറിട്ടൊരു നിയമം ഇസ്ലാമിലില്ല. സദക്കയും അങ്ങനെ പാടുള്ളൂ. ഒരാളെ സദക്ക ഒരു സംഘടനയ്ക്ക് കൊടുക്കാൻ പാടുണ്ടോ? സക്കാത്തിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, സദക്കയും കൊടുക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതേസമയം എല്ലാവരുടെ സദക്കകളും കമ്മിറ്റികളാണ് മേടിച്ചു കൂട്ടുന്നത്. പള്ളി കമ്മിറ്റികൾ, മദ്രസ കമ്മിറ്റികൾ, വാദ കമ്മിറ്റികൾ, എല്ലാ കമ്മിറ്റികളും ആളുകൾ സദക്ക മേടിക്കുന്നില്ലേ, പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെറും ന്യായമാണ്, വെറും ദുർന്യായം പറയുക മാത്രമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ സക്കാത്ത് സംഘടിതമായി തന്നെയാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നതുകൊണ്ട് എന്താ ഗുണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം കേരളത്തിലെ സക്കാത്തിൻ്റെ ചിത്രങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ ഒന്നും കൂടി ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു നോക്കുമ്പോൾ, പടച്ചോനെ, വമ്പിച്ച വിധത്തിൽ ഇസ്ലാമിൻ്റെ സക്കാത്തിനെ ഈ സമുദായം തൃണവൽക്കരിച്ചിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 95 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. 94 ലക്ഷത്തോളം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. 94. അതിൽ 1 ലക്ഷം സക്കാത്ത് കൊടുത്താൽ എത്രയോ കോടിക്കുണ്ട്. വെറും 50,000 സ്ത്രീകൾ 50 പവൻ്റെ സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ 50,000 സ്ത്രീകൾ 100 പവൻ്റെ സക്കാത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ തന്നെ ഏകദേശം 1500 കോടിയുടെ സക്കാത്ത് സ്വർണത്തിൻ്റെ മാത്രം ഉണ്ടാവും. പുതിയ കണക്കനുസരിച്ച് ഏകദേശം 70,000 കോടി രൂപയുടെ സക്കാത്തുകൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ കേൾക്കുന്നത്, എവിടേക്കൊക്കെ ഇപ്പോൾ എത്ര എമൗണ്ടാണ്? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ 4 മുതലാളിമാരുടെ സക്കാത്ത് കണക്കൂട്ടി നോക്കുമ്പോൾ തന്നെ 1000കണക്കിന് കോടിയുടെ സക്കാത്തുണ്ട്. ഈ സക്കാത്തൊക്കെ എവിടെ പോണത്? നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ സക്കാത്ത് കൊടുക്കണം, നിസ്കാരിക്കാൻ എന്തെല്ലാം സംവിധാനമുണ്ട്, സക്കാത്തിന് സംവിധാനമുള്ള പോട്ടെ. ഈ സക്കാത്ത് എന്താ ആകുന്നത്? എന്ത് എഫക്റ്റാണ് അത് ഉണ്ടാക്കുന്നത്? പച്ച പാവങ്ങൾ 26ൻ്റെ പകലിൽ 27 രാവാന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. 27 രാവായില്ല, ഞാൻ പലപ്പോൾ പറഞ്ഞാണ്. 27 രാവാകണമെങ്കിൽ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് രാത്രി ആകണം. രാവ് എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം. രാത്രി ആകാതെ പകലിലാണ് ഈ ഓടുന്നത് മുഴുവൻ. അതും കുഴപ്പമില്ല. റമദാൻ 26-ന് അന്ന് പാവങ്ങൾ ഇങ്ങനെ ഓടുന്നു, അവർക്ക് കാശ് കൊടുക്കുന്നു, അവർക്ക് 3000, 4000, 10000, 5000 ഒക്കെ കിട്ടുന്നു. 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാൾ വരുന്നു, പോത്തിറച്ചി മേടിക്കുന്നു, അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നു, സിനിമ കാണുന്നു, തീരുന്നു നമ്മളെ സക്കാത്ത് തീരുകയാണ്. എന്തൊരു ദയനീയ അവസ്ഥയാണ്. അതേസമയം സംഘടിതമായി സക്കാത്ത് ശേഖരിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ആളുകളുടെ ആവശ്യം തന്നെ പരിഹരിക്കപ്പെടും, പൂർണ്ണമായി പരിഹരിക്കപ്പെടും. ഇപ്പോൾ ബൈത്തു സക്കാത്ത് കേരളയുടെ, ഞാൻ അതിൻ്റെ ട്രസ്റ്റ് മെമ്പറാണ്, എനിക്കത് നന്നായിട്ട് അതിന് കാര്യങ്ങൾ അറിയാം. ബൈത്തു സക്കാത്ത് ട്രസ്റ്റിൽ കേരളം 2001 തുടങ്ങുമ്പോൾ 69 ആളിൽ നിന്നാണ് സക്കാത്ത് കിട്ടിയത്. 54 ആളുകൾക്ക് സക്കാത്ത് കൊടുത്തു. ഇന്നിപ്പോൾ അത് ഏകദേശം 50,000 ആളുകളിൽ നിന്ന് സക്കാത്ത് വാങ്ങുന്നു, കൊടുക്കുന്നു. ഭയങ്കര വളർച്ച. കഴിഞ്ഞ വർഷം 5578 വീടുകളുണ്ടാക്കി. കുറച്ച് പൈസ കിട്ടിയിട്ടാൽ 2058 പേർക്ക് ചികിത്സ കൊടുത്തു. 3500 വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിന്, അവരൊക്കെ പിന്നെ സമൂഹത്തിലെ വലിയ ആളുകളായി മാറുള്ളവരാണ്. 349 കുടിവെള്ള പദ്ധതി ആ പ്രദേശത്ത് കുടിവെള്ളം ഉണ്ടാക്കി സക്കാത്തുകൊണ്ട്. 6500 പേർക്ക് ചികിത്സാ സഹായം കൊടുത്തു. 2500 പേർക്ക് ആരുമില്ലാത്തവർക്ക് പെൻഷനുകൾ കൊടുത്തു. മാസാമാസം പെൻഷൻ കൊടുത്ത് അവരെ മാറ്റിയെടുത്തു. എത്ര വലിയ വ്യത്യാസം! അതും ഏകദേശം 10 കോടി 12 കോടി കിട്ടുമ്പോൾ ഇനി അതൊരു ശരിക്കും കേരളത്തിൽ നിന്ന് ഒരു 100 കോടി രൂപ കിട്ടിയാണ്ടല്ലോ, വേണ്ട 1000 കോടി രൂപ ഒക്കെ കിട്ടിയാലേ കേരളം ഒറ്റ കൊല്ലം കൊണ്ട് സുന്ദരമായി മാറും. കിട്ടേണ്ട സക്കാത്ത് ഇപ്പോൾ പൊന്നാനിയിൽ നമ്മളെ പള്ളിയിൽ തന്നെ
ഇവിടെ കേന്ദ്രമാക്കിയിട്ട് 15 ലക്ഷമാണ് ആകെ കിട്ടിയത്. 15 ലക്ഷമാണ് ആകെ കിട്ടിയത്. സത്യത്തിൽ നമ്മളെല്ലാവരും ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ എത്രയോ ലക്ഷമാകുമായിരുന്നു. പക്ഷേ ആ 15 ലക്ഷത്തിൽ തന്നെ ഹൗസ് റിപ്പയറിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ 7 ലക്ഷം കൊടുത്തു. അതേപോലെ ഓല വാങ്ങിക്കൊടുക്കാൻ 48,000 ചിലവാക്കി. സാമ്പത്തിക സഹായങ്ങൾ 3,00,000, റേഷൻ 2,42,000 രൂപയ്ക്ക്, പെൻഷൻ കൊടുത്തു 1,30,30,000 ആൾക്ക്. ഇവിടുന്ന് കിട്ടിയ ചെറിയ പൈസ കൊണ്ടേ എത്ര കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിലെ സക്കാത്ത് ഒന്നങ്ങോട്ട് കൊടുത്താൽ ആ വാങ്ങുന്നവൻ പിറ്റത്തെ കൊല്ലം ഇങ്ങോട്ട് സക്കാത്ത് തരുന്ന രൂപത്തിലാകണം. അയാളെ കരകയറ്റണം. ഫിഖീൻ്റെ കിതാബുകളിലൊക്കെ ഇതുണ്ട്. ഫിഖീൻ്റെ കിതാബിൽ ജ്വല്ലറി നഷ്ടപ്പെട്ടു, അവനക്ക് ജ്വല്ലറി ഉണ്ടാക്കി കൊടുക്കണമെന്ന് വരണ്ട്. ഒരാളെ ജ്വല്ലറിയെ അത്രയൊന്നും നമ്മൾ പോയില്ല. ഒരാളെ ജ്വല്ലറിയാണ് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായി? അയാൾക്ക് സ്വർണ്ണക്കട ഉണ്ടാക്കി കൊടുക്കണം. ഒരാൾക്ക് ഫിഖീൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയും, ഒരാൾക്ക് കൃഷി ചെയ്യാനുള്ള കഴിവും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് പറമ്പ് മേടിച്ചു കൊടുക്കണം, പാടം മേടിച്ചു കൊടുക്കണം. അപ്പോൾ അയാൾ രക്ഷപ്പെടും. ഇത് മേടിക്കണോനെന്നും എന്നെ കൊടുക്കണോനെന്നും ഇങ്ങനെ കൊടുക്കും. എന്നിട്ടോ ഇവരൊരാളും രക്ഷപ്പെടില്ല. കാരണം ഈ ചില്ലറ കാശ് പെരുന്നാക്ക് കിട്ടിയിട്ട് അതാണ്ട് പൊടിച്ചു കളയും. പകരം ഈ പൊന്നാനിയിലെ സക്കാത്ത് നിങ്ങളെല്ലാവരും വിദഗ്ധന്മാരുടെ ഒന്നും ഇരുന്നു ആൾക്കാരെ വീടും കോലും പാറും വാഹനമൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു കണക്കുണ്ടാക്കി നോക്കി എത്ര കോടി രൂപ കിട്ടുന്ന സക്കാത്ത്, എത്ര കോടി. അത് പൊന്നാനി തന്നെ ചിലവാക്കിയാണ്ടല്ലോ. പൊന്നാനി ഒറ്റ കൊല്ലം കൊണ്ട് ഒരു ദരിദ്രാവസ്ഥ ഉണ്ടാവില്ല. അതാ സമയം ഇപ്പോഴും പൊന്നാനിയിലെ തീരപ്രദേശങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ദരിദ്രരായ മനുഷ്യന്മാരല്ലേ ജീവിക്കണത്. എത്ര ദാരിദ്ര്യത്തിൽ, ഞാൻ പോലും അവിടെ നമ്മളെ ആശുപത്രിക്കൊക്കെ പെടുന്ന ഈ ഭാഗത്തുനിന്ന് ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന മുസ്ലിമീങ്ങൾ ഇപ്പോഴും ഇല്ലേ. അപ്പോൾ സക്കാത്ത് ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഈ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ സംഘടിതമായ അവർക്ക് കിട്ടുന്നത് പോകും. എല്ലാ ഇസ്ലാമിൻ്റെ നന്മകളെ ആദ്യം തീർക്കും. ഒരു കാലത്ത് മദ്രസ എതിർപ്പാണ്, ഒരു കാലത്ത് ഇംഗ്ലീഷ് ഭാഷ പാടില്ല, എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞ് പിന്നെ പതുക്കെ അതൊക്കെ ആയി ചെയ്യും. ഇതേ അവസ്ഥയിൽ ഇസ്ലാമിൻ്റെ വലിയൊരു മൂവ്മെൻറ്റാണ് സക്കാത്ത്, സംഘടിത സക്കാത്ത്. ഇസ്ലാമിക സമൂഹത്തിന് വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇസ്ലാമിക സംഘടിത സക്കാത്ത്. ആ സംഘടിത സക്കാത്ത് വന്നു കഴിഞ്ഞാൽ നിരീശ്വര നിർമ്മത ഭൗതിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ മുന്നേറ്റങ്ങളെക്കാൾ ഏറ്റവും ശക്തമായ മുന്നേറ്റം ഇസ്ലാമിക മുന്നേറ്റമാവും. അതിനാരും നിന്ന് കൊടുക്കണോ വേണ്ടത്? പകരം ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ ഈ ബൈത്തുൽ സക്കാത്തൊക്കെ പോലുള്ള സംഘങ്ങൾ കേരളത്തിലെ വലിയ സുന്നി പ്രസ്ഥാനങ്ങളും മറ്റൊക്കെ തുടങ്ങണിയുണ്ടല്ലോ. അൽഹംദുലില്ലാ വമ്പിച്ച മാറ്റമായിരിക്കും ഉണ്ടാകുക, വമ്പിച്ച മാറ്റം. കാരണം പൊതുസമൂഹം അവരെ കൂടെ ഉണ്ടല്ലോ, പുതിയ സമ്പന്നന്മാർ അവരെ കൂടെ ഉണ്ടല്ലോ. ആ സക്കാത്തൊക്കെ കൂടി ശേഖരിച്ച് നന്നായിട്ട് ആളുകൾക്ക് വിതരണം ചെയ്താൽ നമ്മുടെ കേരളത്തിലെ ദാരിദ്ര്യം 2 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ ദാരിദ്ര്യം മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച സംവിധാനമാണ് സക്കാത്ത്. അത് സംഘടിതമായി ഒന്നിച്ച് ഞാൻ പറയുന്നു, ഇപ്പോഴും നിങ്ങൾ ബൈത്തുൽ സക്കാത്തിനൊക്കെ ധാരാളം പൈസ കൊടുക്കും. ഇനിയും അത് കേരളത്തിൽ അങ്ങോട്ട് വികസിക്കും. അത് വലിയ ചേഞ്ച് വരും. ആ വരവിനെ ഭയപ്പെട്ട ചില ആളുകളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിലെ സക്കാത്തും സംഘടിതമായി തന്നെ കൊടുക്കണം. അത് കുറച്ചൊക്കെ നമ്മളെ ബന്ധുക്കൾക്ക് വേണ്ട, നമ്മൾ അടുത്ത ആളുകൾക്കൊക്കെ നമ്മളൊരു വിഹിതം കൊടുക്കാം. പക്ഷേ വലിയൊരു വിഹിതം ബൈത്തുൽ സക്കാത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ സക്കാത്ത് സംവിധാനങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനിട്ട് കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ വരുന്ന പെരുമ്പിലാവിൽ ഏതാണ്ട് ഇതേപോലെ 20 ലക്ഷത്തോളം രൂപ കിട്ടും. എല്ലാ ആഴ്ചയും മീറ്റിംഗ് കൂടിയിട്ട് ആർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണം, എവിടെ നിന്ന് കൊടുക്കണം, ഏത് കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ച് വളരെ കൃത്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. വളരെ ഇഖ്ലാസോടുകൂടി, വളരെ ഭയത്തോടു കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തക്കാർക്കോ വേണ്ടപ്പെട്ടവർക്കോ ആളുകൾക്കോ കൊടുക്കുന്നില്ല, ഒരു സംഘടനക്കും കൊടുക്കുന്നില്ല, ഒരു സംഘടനാ പ്രവർത്തനത്തിനും സക്കാത്ത് കൊടുക്കുന്നില്ല ആരും. ഈ പറഞ്ഞ ആളുകൾക്ക് ഇത്തരം ആവശ്യങ്ങളിലൂടെ തന്നെയാണ് സക്കാത്ത് കൊടുക്കുന്നത്. ബൈത്തുൽ സക്കാത്തിൻ്റെ 10, 20, 18 കോടി രൂപ കിട്ടിയാൽ അത് എങ്ങനെ വിതരണം ചെയ്യുന്നത് ശരിക്കും എനിക്കറിയാം. അത് അത്രയും സൂക്ഷിച്ച് വളരെ ശ്രദ്ധാപൂർവ്വം കണക്കുകൾ രേഖപ്പെടുത്തി ഇന്ന വിഭാഗങ്ങൾക്ക് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആ സക്കാത്തിൻ്റെ പൂർണ്ണത വരുമ്പോഴാണ് ഒരു സമൂഹത്തിന് ഐശ്വര്യം ഉണ്ടാകുക, അള്ളാഹിൻ്റെ നിയമത്തുണ്ടാകുക. ഈ സമുദായത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ ഈ സക്കാത്ത് സംവിധാനത്തെ മോശമായി ആക്കിയ ആളുകളാണ്, സക്കാത്ത് ശരിക്കും കൊടുക്കാത്തവരാണെന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ സക്കാത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുൽ ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.